പാട്ടും പാടി വോട്ട് തേടാനായിട്ടുള്ള രണ്ടുപേര് അതാരാണ്? കമോൺ മുന്നോട്ട് വന്നോളൂ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കിടക്കാല്ലേ? പേര് പറഞ്ഞോളൂ. ദീപ. അന്തിവിണ്ണിലം വിളിക്കല തിളങ്ങണുണ്ട് ചങ്ക് തൊട്ട് പാട് പൈങ്കിളി, നമ്മൾ നട്ട വെള്ളരിക്കിന വിളഞ്ഞു വാനിൽ ചെഞ്ചുകപ്പ് താരമായടി, നല്ലതൊന്നും എൻ്റെ കൺമണി മണ്ണിൽ നിന്നും അങ്ങനങ്ങ് മായുകില്ലടി, അന്തിവിണ്ണിലം വിളിക്കല തിളങ്ങണുണ്ട് ചങ്ക് തൊട്ട് പാട് പൈങ്കിളി. അടിപൊളി. യെസ്. ഇനി അടുത്ത ആള്. പേരെന്താ? ചിത്ര. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? വാർഡ് 4-ാം വാർഡ് മുണ്ടപ്പുറം. അപ്പൊ ഒരു പാട്ട്. പൊന്നരി വാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആമര പൂന്താവണത്തിൽ പാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. മതി. ഓക്കെ. അപ്പൊ കലാകാരന്മാരാണ് മൊത്തം. ഡാൻസ് വേണോ? ഇവിടെ ഉണ്ട്. പാട്ട് വേണോ? ഇവിടെ ഉണ്ട്. ഇനി വല്ലതും കയ്യിലുണ്ടോ? മിമിക്രിയോ മോണാക്ടോ ഒക്കെ കയ്യിലുള്ള ആൾക്കാരുണ്ടോ? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രസംഗിച്ചവരൊക്കെ ഉണ്ടോ? ആ ഒരു കഴിവ് കാണണമല്ലോ. നന്നായിട്ട് പ്രസംഗിക്കുന്ന പണ്ട് പ്രസംഗിച്ചില്ല. സ്കൂളിലൊക്കെ എന്തെങ്കിലും കലാപരിപാടിക്കൊക്കെ ഉണ്ടായിരുന്നോ? സ്കൂളിലൊന്നും ഒന്നല്ല ഉണ്ടായില്ല. പക്ഷെ നമ്മള് രാഷ്ട്രീയം കൃത്യമായി പറയും അല്ലേ? എന്നതിന് ശേഷം പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ പ്രസംഗിച്ചു. പിന്നെ എന്താ പറയുക, നമുക്ക് നിശ്ചയിച്ച വാർഡുകളിൽ പോയിട്ട് നമ്മൾ നന്നായിട്ട് സംസാരിക്കണമല്ലോ. അതുപോലെ തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഒരുപാട് പേര് ഇപ്പൊ പുറത്തേക്കൊക്കെ ജോലിക്കൊക്കെ വേണ്ടി പോകുന്ന ആ ഒരു സാഹചര്യമൊക്കെയാണ്. അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ ഇവിടെ തന്നെ നാട്ടിലെ യങ്സ്റ്റേഴ്സിനെ പിടിച്ചു നിർത്താനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പദ്ധതികളോ പ്രൊജക്ട്സോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ? നമ്മുടെ ഇവിടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് പുതിയ തൊഴിൽ തേടുന്നവർക്കും അതുപോലെ തന്നെ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ മാഷായിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട് മണ്ഡലത്തിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആന്തൂരും അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോലുള്ളവർക്ക് അത് യുവാക്കളിലേക്ക് കൂടുതൽ എത്തിക്കാനും കൂടുതൽ ഊർജിതമായിട്ട് അതിൻ്റെ ഗുണഭോക്താക്കളാക്കി അവരെ മാറ്റുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഡാൻസ് അറിയുന്ന, പാട്ടുപാടാൻ കഴിയുന്ന കലാകാരന്മാരായ, അതിനൊപ്പം രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയുന്ന, ഭരിക്കാൻ അറിയുന്ന ഒരുപാട് സ്ത്രീകൾക്കൊപ്പം, സ്ത്രീ സ്ഥാനാർത്ഥികൾക്കൊപ്പം അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ന്യൂസ് ബസ്സിൽ തീരുന്നില്ല. കൂടുതൽ സ്ഥാനാർത്ഥികളോട് സംസാരിക്കുന്നുണ്ട്, കൂടുതൽ മനുഷ്യരുടെ രാഷ്ട്രീയം കേൾക്കാനുണ്ട്. അപ്പോൾ ഉറച്ച ശബ്ദത്തിൽ നമുക്ക് ആ രാഷ്ട്രീയം കേൾക്കാം. ന്യൂസ് ബസ്സിൽ പ്രേക്ഷകർ തുടരുക. മറ്റൊരിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട്.